തിരുവനന്തപുരം മേയർ ആരാണെന്ന് ഉടനറിയാം. വി രാജേഷിനാണ് സാധ്യതയേറിയിട്ടുള്ളത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. പരിപാടി അവിടെ ആരംഭിച്ചു. ബി.ജെ.പി നേതാക്കൾ പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ആർ ശ്രീലേഖ അടക്കമുള്ള ബി.ജെ.പിയുടെ കൌൺസിലർമാർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ ചർച്ചകളടക്കം നടത്തിയിരുന്നു. പ്രധാനമായും ആർ ശ്രീലേഖയുടെ പേര് ഇന്ന് രാവിലെ വരെ ഉയർന്നു കേട്ടു. പെട്ടെന്നുണ്ടായ ഈ തീരുമാനമാണ്. അതിനുശേഷമാണ് രാജേഷ് ആകുമോ മേയർ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം കാത്ത് നമ്മൾ നിൽക്കുന്നത്. ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആർ ശ്രീലേഖയോട് ബി.ജെ.പിക്ക് അകത്തു നിന്ന് തന്നെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. പ്രധാനമായും അവരെ മാറ്റാൻ ഇതായിരിക്കുമോ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അവർക്കുള്ള രാഷ്ട്രീയത്തിലുള്ള പ്രവൃത്തി പരിചയക്കുറവ് ഒരു നിർണായക ഘടകമായി, ഒപ്പം രാജേഷിന് RSS നൽകിയ പിന്തുണയും നിർണായകമായി എന്നാണ് അറിയുന്നത്. ഒടുവിലാണ് കേന്ദ്രം തന്നെ ഇത്തരത്തിൽ വി രാജേഷിന്റെ പേര് മുന്നോട്ട് വെച്ചത് എന്നതാണ് ലഭിക്കുന്ന സൂചന. ഏതായാലും ഡെപ്യൂട്ടി മേയറാകാനും ആർ ശ്രീലേഖ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തിന്റെ മുൻ DGP ഒക്കെ ആയിട്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് അതിൽ ഇരുത്തുന്നതിലും അല്ലെങ്കിൽ അവരതിന് തയ്യാറാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അവരെ ഏത് രീതിയിൽ ഇനി അനുനയിപ്പിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുമായി ചർച്ച നടത്തി ബി.ജെ.പി നേതാക്കൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വിജയ സാധ്യതയുള്ള നിർണായകമായ മണ്ഡലം ഏതെങ്കിലും ആർ ശ്രീലേഖയ്ക്ക് നൽകും എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ മുമ്പിലും പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു കാര്യം പറയാം. പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ ചോദിച്ചു, പാർട്ടി തീരുമാനം എല്ലാവരും ശിരസാ വഹിച്ചു, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് സന്തോഷപൂർവ്വം തന്നെ. കാരണം ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ബി.ജെ.പിക്ക് ഭരണം തരികയാണ് തന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായും നിർവഹിക്കാനാണ് ജനങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ഇവിടെ ഇരിക്കുന്ന 50 കൌൺസിലർമാരും ജനഹിതമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് വികസനത്തിന്റെ വസന്ത കാലമായിരിക്കും എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മേയർ സ്ഥാനാർത്ഥിയെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കാൻ ശ്രീ S. സുരേഷിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവർകൾ, പാർട്ടിയുടെ സമാരാധ്യയായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ആർ ശ്രീലേഖ അവർകൾ, പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ വി രാജേഷ്, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ശ്രീ M.R. ഗോപൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി സിമി ജ്യോതിഷ്, ശ്രീ പാപ്പനംകോട് സജി, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള കൌൺസിലർമാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ജില്ലാ അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഭരണത്തിനു വേണ്ടിയുള്ള ഗേറ്റ് വേ ആണ് തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭരണം. ഈ ഭരണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമഗ്രമായിട്ടുള്ള ചർച്ചകളും പദ്ധതികൾക്കും ശേഷം ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ നഗരമായിട്ട് ഈ തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുക്കും. അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വപ്നം. അതിനുള്ള പിന്തുണയാണ് നരേന്ദ്രമോദി, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ തിരുവനന്തപുരത്ത് കർമ്മനിരതരായിട്ടുള്ള 50 കൌൺസിലർമാരുണ്ട്. 50 പേരും ഇവിടെ മേയറാകാനും ഡെപ്യൂട്ടി മേയറാകാനും എല്ലാം യോഗ്യതയുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ നിർത്തിയ 101 സ്ഥാനാർത്ഥികൾ.